പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. പീക്കു പെൻഗ്വിൻ്റെ കഥ കേട്ടാലോ? പീക്കുവിൻ്റെ സ്വപ്നം. അന്റാർട്ടിക്കയുടെ മഞ്ഞുപരപ്പിൽ നീലാകാശത്തിനു കീഴിൽ പീക്കു എന്നൊരു ചെറു പെൻഗ്വിൻ താമസിച്ചിരുന്നു. പീക്കുവിന് നടക്കുന്നതിനേക്കാൾ ഇഷ്ടം നീന്താനായിരുന്നു. ഞാൻ ഒരിക്കൽ ഒരു വലിയ യാത്ര പോകും, അതായിരുന്നു അവൻ്റെ വലിയ സ്വപ്നം. ഒരു ദിവസം രാവിലെ അമ്മ പെൻഗ്വിൻ പറഞ്ഞു, പീക്കു, ഇന്ന് നമ്മൾ ദൂരയാത്ര തുടങ്ങുകയാണ്. പീക്കുവിൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടർന്നു. അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യാത്ര പോകുന്നത്. പെൻഗ്വിനുകൾ കൂട്ടമായി ഒരുമിച്ച് വരിവരിയായി നടന്നു. സൂര്യപ്രകാശത്തിൽ മഞ്ഞ് വെട്ടിത്തിളങ്ങി, കുളിർകാറ്റ് വീശി. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ മഞ്ഞുപാളികൾ വിണ്ടു തുടങ്ങിയതായി കണ്ടു. സൂര്യന് ചൂടേറി വന്നു. അമ്മേ, മഞ്ഞ് എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറുന്നത്? പീക്കു ചോദിച്ചു. അമ്മ സ്നേഹത്തോടെ പറഞ്ഞു, പീക്കു, ഭൂമി ചൂടാവുകയാണ്. അതിനെയാണ് നമ്മൾ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത്. ചൂട് കൂടിക്കൂടി വരുമ്പോൾ നമ്മുടെ മഞ്ഞുവീടും ഉരുകിത്തുടങ്ങും. അപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും മുതിർന്ന പെൻഗ്വിൻ മുന്നോട്ട് വന്നു. കുഞ്ഞുങ്ങളെ, നമ്മൾ ഒരുമിച്ചിരിക്കണം, പരസ്പരം സഹായിക്കണം. മനുഷ്യർ നമ്മളെ സംരക്ഷിച്ചാൽ മാത്രമേ നമ്മുടെ ലോകം സുരക്ഷിതമാവൂ. യാത്രക്കിടെ പീക്കു ക്ഷീണിച്ച ഒരു ചെറു പെൻഗ്വിനെ കണ്ടു. നടക്കാൻ കഴിയാതെ നിൽക്കുന്ന അവനെ പീക്കു അടുത്ത് ചേർത്തു നിർത്തി. കൂട്ടുകാരെ എല്ലാം വിളിച്ച് അവന് ചുറ്റും നിർത്തി. അപ്പോൾ പീക്കു മനസ്സിലാക്കി, ഒരുമിച്ചാൽ മാത്രമേ നമ്മൾ ശക്തരാകൂ. അവർ സുരക്ഷിതമായ ഒരു പുതിയ സ്ഥലത്തേക്ക് ചെറു പെൻഗ്വിനെയും കൂട്ടിക്കൊണ്ട് നടന്നു. അവിടെ അതാ കടൽ. പീക്കു സന്തോഷത്തോടെ കടലിലേക്ക് ചാടി നീന്തി. അവൻ മനസ്സിൽ പറഞ്ഞു, നമ്മുടെ ജീവിതം എത്ര സുന്ദരമാണ്, ഇത് സംരക്ഷിക്കണം. അന്ന് രാത്രി നക്ഷത്രങ്ങളെ നോക്കി പീക്കു വാഗ്ദാനം ചെയ്തു, ഞാൻ വളർന്ന് വലിയൊരു പെൻഗ്വിനാകുമ്പോൾ എൻ്റെ ലോകത്തെക്കുറിച്ച് എല്ലാവരോടും പറയും. പക്ഷികളായ ഞങ്ങളുടെ ജീവിതം, യാത്രകൾ, നേരിടുന്ന വെല്ലുവിളികൾ എല്ലാം മറ്റുള്ളവരെ അറിയിക്കും. നല്ലവരായ മനുഷ്യരുടെ സഹായം ലഭിക്കുന്നതിനെക്കുറിച്ചും ഞാൻ ഏവരോടും പറയും. പീക്കുവിൻ്റെ വാക്കുകൾ എല്ലാവരും ചിറകടിച്ച് സ്വീകരിച്ചു.